ഫ്രാക്ഷൻ എന്നുള്ള രണ്ടാമത്തെ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ പേജ് നമ്പർ 28 ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 9 liters of milk is divided equally among 3 children. How many liters will each get? What if there are 4 children? അതായത് 9 ലിറ്റർ പാല് ഒരുപോലെ 3 പേർക്ക് വീതിച്ചാൽ 3 കുട്ടികൾക്ക് വീതിച്ചാൽ ഓരോരുത്തർക്കും എത്ര ലിറ്റർ കിട്ടുന്നു? പിന്നെ 4 പേർക്കാണെങ്കിലോ എന്നാണ് ചോദ്യം. അപ്പോൾ ആദ്യം നമ്മൾ എഴുതുന്നത് ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് കേട്ടോ. ടോട്ടൽ എത്രയാണ്? 9 ലിറ്ററാണ്. ഇനിയോ അതായത് നമ്പർ ഓഫ് ചിൽഡ്രൻ ആദ്യം എത്രയാണ്? 3 ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 3 ആകുമ്പോൾ ഓരോരുത്തർക്കും എത്ര കിട്ടുമെന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് കേട്ടോ. അപ്പോൾ എമൗണ്ട് ഓഫ് മിൽക്ക് ഗോഡ് ഫോർ 1 ചൈൽഡ് എഴുതാം. 1 ചൈൽഡ്. അപ്പോൾ എത്ര കിട്ടും? 9 ആണ് ടോട്ടല്. പിന്നെ 3 പേർക്കാണ്. അപ്പോൾ ഈ 3ന് നമുക്ക് 1/3 എന്ന് എഴുതാം കേട്ടോ. അല്ലെങ്കിൽ 9/3 എന്ന് എഴുതിയാലും 9 × 1 9 തന്നെ, 9/3 തന്നെ കിട്ടും. 9/3 പറയുമ്പോൾ എത്രയാണ്? 3 ലിറ്ററാണ് കേട്ടോ. അപ്പോൾ ഇനി അതിൽ 4 ചിൽഡ്രൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്പർ ഓഫ് ചിൽഡ്രൻ 4 ആണെങ്കിലോ 4. അപ്പോൾ എമൗണ്ട് ഓഫ് മിൽക്ക് ഗോട്ട് ഫോർ 1 ചൈൽഡ്. 1 ചൈൽഡ് അതായത് 9 × 4 അല്ലേ? 1/4. 9 × 1/4. 9/4 എന്ന് എഴുതിയാലും 9. അതായത് 9 × 1 9/4. ഇതിന് നമ്മൾ ഹരിക്കാം. 4 8. ഓക്കെ. അപ്പോൾ നമുക്കിതിൻ്റെ ആൻസർ എഴുതുമ്പോൾ ആദ്യം നമ്മൾ ഈ കിട്ടിയ നമ്പർ എടുക്കും 2. പിന്നെ ഇതിൻ്റെ ഡിനോമിനേറ്റർ എന്താണോ അത് തന്നെ വരും ഇവിടെ. ഇതിൻ്റെ ന്യൂമറേറ്ററിലേക്കുള്ളത് ഇതിൻ്റെ റിമൈൻഡറാണ് വരിക കേട്ടോ. അപ്പോൾ മുകളിൽ ഇതിൻ്റെ നമ്പർ റിമൈൻഡറാണ് 2 1/4. അതായത് 2 1/4 ലിറ്ററാണ്. ഇതല്ലാതെ നമുക്കിത് ചെയ്യാൻ എങ്ങനെയാണ്? ഇങ്ങനെ ചെയ്യാം. അതായത് 2 × 4 8 ആണ്. 3 × 4 12 ആണ്. നമുക്ക് കിട്ടുന്നത് 9 ആണ്. അപ്പോൾ അത് കിട്ടിയിട്ടില്ല. അതിന് താഴെയുള്ള നമ്പർ 8 കിട്ടിയിട്ടുള്ളത്. 8 എഴുതുക. പിന്നെ 9ലേക്ക് 8 നിന്ന് ബാക്കി 1 ആണ്. അപ്പോൾ 1. പിന്നെ ഇതിൻ്റെ ഡിനോമിനേറ്റർ എന്താണോ അത് താഴെ കൊടുത്തു. ഇനി നമുക്ക് ഇതിനെ ഒന്ന് 8/4 എന്നും പ്ലസ് 1/4 എന്ന് എഴുതാം. 8/4 പറയുമ്പോൾ 8 ൽ 4 2 പ്രാവശ്യം 2 + 1/4. 2 + 1/4 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 1/4 ആണ്. അപ്പോൾ ലിറ്ററാണ്. നമുക്കിതാ ഈ കിട്ടിയ ആൻസറും തന്നെയാണ്, സെയിം ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ടീച്ചർ പറയണത് ഏതാണോ അതെടുക്കുക. പിന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഈ 2 വഴിയും ചെയ്യുന്നത് ഏതാണോ നിങ്ങൾക്ക് വേഗത്തിൽ മനസ്സിലാവുന്നത് അതെടുക്കുക. ഇപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 6 kilogram of rice was packed in 5 bags of the same size. How many kilogram of rice in each bag? 6 കിലോഗ്രാം റൈസ് അരി ഒരുപോലെയുള്ള 5 ബാഗുകളിലാക്കി എന്നാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഓരോ ബാഗിലും അല്ലെങ്കിൽ ഒരു ബാഗിൽ എത്ര കൊള്ളുന്നതാണ് ചോദ്യം. ആദ്യം നമുക്ക് ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് റൈസ് എഴുതാം. എന്നിട്ട് എത്രയാണോ നമ്പർ ഓഫ് ബാഗ് 5. അപ്പോൾ ഒരു ബാഗിൽ എത്രയായിരിക്കും? 6 × 1/5 അല്ലേ. അപ്പോൾ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് റൈസ് 6 കിലോഗ്രാം ആണ്. നമ്പർ ഓഫ് ബാഗ്സ് 5 ആണ് ആദ്യം. പിന്നെ അപ്പോൾ എമൗണ്ട് ഓഫ് റൈസ് ഇൻ 1 ബാഗ്
6 ഇൻറ്റു എന്താണ് 1/5 അല്ലേ, 5ന് നമുക്ക് 1/5. അപ്പോൾ ഇങ്ങനെ എഴുതിയാലും ഒന്നിനുണ്ട് 6/5 6 ഇൻറ്റു 1 6/5 അല്ലേ. അതായത് ഇതിൽ ന്യൂമറേറ്ററിൽ വലുത് ഡിനോമിനേറ്ററിൽ ചെറുതാണ്. അപ്പോൾ നമുക്കിതിനെ ഒന്ന് മാറ്റി എഴുതാൻ പറ്റില്ല. ഇങ്ങനെ ഓറഞ്ച് ബാക്കി ഒന്ന്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും 1 ഈ 1 എടുക്കുക. പിന്നെ എന്താണോ ഇതിൻ്റെ ഡിനോമിനേറ്റർ അത് താഴെ കൊടുക്കുക. ഇതിൻ്റെ റിമൈൻഡർ എന്താണോ അത് മുകളിൽ 1/5 കിലോഗ്രാമാണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് എന്താണ്, വാട്ട് ഇഫ് ഇറ്റ് ഈസ് പാക്ക്ഡ് ഇൻ 4 ബാഗ്. അപ്പോൾ നമ്പർ ഓഫ് ബാഗ് എത്ര വരും? 4 വരില്ലേ. നമ്പർ ഓഫ് ബാഗ്സ് എത്രയാണ്? 4 ആണ്. നമുക്ക് ഇവിടെ എന്ത് ചെയ്താൽ പറ്റും? അതായത് എമൗണ്ട് ഓഫ് റൈസ് ഇൻ 1 ബാഗ് ടോട്ടൽ 6 ആണ്. 6 ഇൻറ്റു നമ്പർ ഓഫ് ബാഗ് 4 1/4. അപ്പോൾ ഇതിനെ 6 ഇൻറ്റു 1 6 തന്നെയാണ്. പിന്നെന്താണ് /4 അല്ലേ, 6/4. ഇതിനെ നമുക്കൊന്ന് ചെറുതാക്കാം. 2 വെച്ച് ഇതിനെ റെഡ്യൂസ് ചെയ്യുമ്പോൾ 6ൽ 2 3 പ്രാവശ്യം, 4 2 പ്രാവശ്യം. 3/2 നമ്മൾ കുറേ വട്ടം എഴുതിയതാണ്. എന്നത് നിങ്ങൾക്ക് അറിയാത്ത ആർക്കുണ്ടെങ്കിൽ പറയുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1. പിന്നെ ഇതിൻ്റെ ഡിനോമിനേറ്റർ എന്താണോ അത് തന്നെ ഇതിലും കൂടെ 2 ആണ്. അപ്പോൾ 2. ഇതിൻ്റെ റിമൈൻഡർ എന്താ? 1/2 അല്ലേ, 1.5 ആണ്. 1.5 കിലോഗ്രാമാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന് ഇങ്ങനെ ചെയ്യാം. ഇങ്ങനെ അതായത് 1 ഇൻറ്റു 2 2, 2 ഇൻറ്റു 2 4 ആണ്. പക്ഷെ നമുക്ക് കിട്ടേണ്ടത് 3 ആണ്, കിട്ടിയിട്ടില്ല. അപ്പോൾ താഴത്തെ നമ്പർ എടുക്കുക 2. പിന്നെ 3ലേക്ക് എത്രയാണ്? 1 ഉണ്ട്. അപ്പോൾ 1. പിന്നെ എന്താണോ ഇതിൻ്റെ ഡിനോമിനേറ്റർ അത് കൊടുക്കുക. അപ്പോൾ 2/2 പ്ലസ് 1/2. 2/2 പറഞ്ഞാൽ 2 1 പ്രാവശ്യം പ്ലസ് 1/2 ആണ്. അങ്ങനെയാണെങ്കിൽ എന്തുതന്നെയാണ്? 1 പ്ലസ് 1/2 എന്ന് പറഞ്ഞാൽ 1/2 എന്ന് പറഞ്ഞാൽ 1/2 കിലോഗ്രാം. ഇങ്ങനെ ചെയ്തപ്പോൾ ഇത് തന്നെയാണ് കേട്ടോ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, എ 7 meter long string is divided into 6 equal pieces. What is the length of each piece എന്നാണ്. What if it is divided into 3 equal pieces? ഇത് 7 meter long string ആണ് അല്ലേ. അതായത് 7 meter നീളമുള്ള ഒരു ചരട് എത്ര ഭാഗങ്ങളാക്കി? 6 ഈക്വൽ പാർട്ടാക്കി. അങ്ങനെ വെച്ചാൽ ഒരെണ്ണത്തിൻ്റെ ലെങ്ത്ത് എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ ആദ്യം നമ്മൾ ഇതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് സ്ട്രിങ് എത്രയാണ് എഴുതി കൊടുക്കുക കേട്ടോ. അപ്പോൾ ടോട്ടൽ ലെങ്ത് ഓഫ് ദ സ്ട്രിങ് എത്രയാണ്? 7 meter ആണ്. പിന്നെ നമ്പർ ഓഫ് പീസസ് എത്രയാണ്? 6 ആണ്. അപ്പോൾ ലെങ്ത് ഓഫ് 1 പീസ് എന്താ? 7 ഇൻറ്റു 1/6 അഥവാ എന്തുതന്നെയാണ് 7/6 മീറ്റർ ആണ് അല്ലേ. അതിന് നമുക്ക് ഇവിടെ ന്യൂമറേറ്റർ വലുതാണ്, ഡിനോമിനേറ്റർ ചെറുതാണ്. അപ്പോൾ ഇതുപോലെ ചെയ്യണം. 1 കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ ആൻസറിലേക്ക് മാറ്റി എഴുതാൻ പറ്റും? ആദ്യം നമ്മൾ ഈ 1 മുകളിൽ എടുക്കും. എന്താണോ ഡിനോമിനേറ്റർ അത് താഴെ കൊടുക്കുക. ഇതിൻ്റെ റിമൈൻഡർ എന്താണോ അത് മുകളിലേക്ക് കൊടുക്കും. 1/6 മീറ്റർ ആണ് അല്ലേ. 1/6 മീറ്റർ. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് എങ്ങനെ ചെയ്യാൻ പറ്റും? അതായത് 1 ഇൻറ്റു 6 6, 2 ഇൻറ്റു 6 12. നമുക്കിവിടെ 7 ആണ് കിട്ടേണ്ടത്. അത് കിട്ടിയിട്ടില്ല. അപ്പോൾ താഴെയുള്ള നമ്പർ എടുക്കുക കേട്ടോ. 6. പിന്നെ 7ലേക്ക് 6ൽ നിന്ന് 1 ആണ്. പ്ലസ് ബൈ എന്താണോ ഇതിൻ്റെ ഡിനോമിനേറ്ററിലുള്ളത് അത് കൊടുക്കുക കേട്ടോ. അപ്പോൾ 6/6 പ്ലസ് എന്ത് കിട്ടും? 1/6. 6 ഒരു പ്രാവശ്യം പ്ലസ് 1/6 കിട്ടും. എന്തുതന്നെയാണ്? 1 പ്ലസ് 1/6 പറഞ്ഞാൽ 1/6 മീറ്ററാണ്. ഇത് തന്നെയാണ് നമുക്ക് നേരത്തെ കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ രണ്ടും കൂടെ നിങ്ങൾ എഴുതണ്ട. ഏതാണ് നിങ്ങൾക്ക്
മനസ്സിലാവേണ്ടത്. അതെ, ഇത് രണ്ടും പറഞ്ഞു തന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണേ. അപ്പോൾ അതിൽ തന്നെ ഉണ്ടല്ലേ, വാട്ട് ഇഫ് ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു 3 ഈക്വൽ പീസസ്. ആദ്യം 6 പീസാകുമ്പോൾ ഒന്നിൻ്റെ ചോദിച്ചു, ഇനി 3 ഈക്വൽ പീസ് ആകുമ്പോൾ എത്ര? അപ്പം നമ്മൾ എഴുതുക നമ്പർ ഓഫ് പീസസ് എത്രയാണ്? 3 ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ലെങ്ത് ഓഫ് 1 എത്ര വരും? അതായത് 6 സോറി, സ്ട്രിങ്ങിൻ്റെ ടോട്ടൽ ലെങ്ത് 7 7 × 1/3, അതായത് 7/3 വരും അല്ലേ. ഇതിന് നമുക്ക് അപ്പം നമുക്ക് ആദ്യം 2 ഇതെടുക്കും, പിന്നെ ഇതിൻ്റെ ഡിനോമിനേറ്ററിൽ അത് താഴെ ഇവിടെ കൊടുക്കും. ഈ റിമൈൻഡർ എന്താണോ 2 1/3 മീറ്ററാണ് വരിക. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കിതിനെ എന്ത് എഴുതാം? അതായത് 3 3 6 3 9. നമുക്ക് കിട്ടേണ്ടത് 7 കിട്ടിയിട്ടില്ല. അപ്പോൾ താഴത്തെ നമ്പർ 6, പിന്നെ 6 നിന്ന് 1 ഇതിൻ്റെ ഡിനോമിനേറ്റർ എന്താണോ അത് താഴെ കൊടുക്കുക. അപ്പോൾ 6/3 പ്ലസ് 1/3, 6 3 2 പ്രാവശ്യം 2 പ്ലസ് 1/3 സിഗട്ട് എന്ത് തന്നെയാണ് 2 1/3 മീറ്റർ. അപ്പോൾ നമ്മൾ ഈ ഭാഗത്തെ 3 ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ക്ലാസ് കണ്ടിട്ട് മനസ്സിലാവുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. താങ്ക്